വെൽക്കം ബാക്ക് ടു ആക്സോണസ് ലേണിംഗ് ഓൺലൈൻ ക്ലാസ്സസ്. അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹിസ്റ്ററിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. 69/May/4 എന്നുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ചെയ്തുകൊണ്ടിട്ടുണ്ടായിരുന്നത്. അതിൽ സെറ്റ് എ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഹിസ്റ്ററിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഒക്കെ നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത് അതിൻ്റെ എൻഡിങ് വൈൻഡപ്പ് ക്ലാസ് ആണ്, ലാസ്റ്റ് ക്ലാസ് ആണ്. ഈ ക്ലാസ്സിൽ ഒരു 3 ക്വസ്റ്റ്യനും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. സോ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് The teachings and philosophy of Guru Nanak Ji from an important part of Indian philosophical thought. Explain this statement. അതായത് ഗുരു നാനാക്ക് എന്ന് പറയുന്നത് ഭക്തി മൂവ്മെൻറ്റിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഫിലോസഫിയിൽ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് നമ്മളെടുത്ത് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. കഴിഞ്ഞ ക്ലാസ്സിലുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഭക്തി മൂവ്മെൻ്റ് ആണ്. ആ ഭക്തി മൂവ്മെൻറ്റിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗുരു നാനാക്ക് എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഒരു ഭക്തി സയൻസ് ആണ്. അദ്ദേഹം ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത് നിർഗുണ ഭക്തിയാണ്. ഫോംലെസ് ഗോഡാണ് അദ്ദേഹം ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. കംപ്ലീറ്റ് ഡിവോഷൻ ടു ഗോഡാണ് അദ്ദേഹത്തിൻ്റെ ഒരു എയിം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സാൽവേഷനാണ് അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോഷ്യൽ എവിൽസിനെതിരെയായിരുന്നു, ആൻറ്റി കാസ്റ്റീസത്തിനെതിരെ, റിച്വൽസിനെതിരെയായിരുന്നു ഇവർ വോയിസ് അപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഭക്തിൻ്റെ ഐഡിയാസ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് അറ്റൻഡ് ചെയ്യാൻ പറ്റും. കാരണം ഇതൊരു ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നെ പെർട്ടിക്കുലർ ആയിട്ട് ഗുരു നാനാക്കിനെ കുറിച്ചുള്ള കുറച്ച് ഫാക്ട്സും കൂടി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഈസി ആയിട്ട് നല്ലൊരു സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് എന്ന് പറയുന്നത്. സോ ഹിസ് ഫിലോസഫി ഹാസ് 3 ബേസിക് എലമെന്റ്: ഗുരു, ശബദ്, സംഗത്. അതായത് ഓൾറെഡി നമ്മൾ പറഞ്ഞു എന്ത് ഫിലോസഫി, ഇദ്ദേഹത്തിൻ്റെ ഫിലോസഫിക്കൽ തോട്ട് എന്ന് പറയുന്നത് ഡിവോഷൻ തന്നെയാണ്, കംപ്ലീറ്റ് ഡിവോഷൻ തന്നെയാണ്, ഫോംലെസ് ഗോഡാണ് എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഭക്തി അല്ലെങ്കിൽ ഭക്തി ഫിലോസഫീനെ നമുക്ക് എന്താക്കി തിരിക്കാം, 3 എലമെന്റ്സ് ആക്കിയിട്ട് തിരിക്കാം. 3 എലമെന്റ്സ് അതിൽ നമുക്ക് പറയാൻ സാധിക്കും. ഏതൊക്കെയാണ്? ഗുരു, ശബദ് ആൻഡ് സംഗത് എന്ന് പറയുന്നത്. ഗുരു എന്ന് പറയുന്നത് ആരാണ്? ടീച്ചർ അല്ലെ. ഗുരു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഉറപ്പാണ് ടീച്ചർ എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ശബദ് എന്നുള്ളത് കൊണ്ട് വാക്ക് അല്ലെങ്കിൽ വേർഡ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സംഘത് എന്ന് പറയുന്നത്, ആ സംഘം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഉറപ്പാണ് എന്താണ്, ഒരു ഓർഗനൈസേഷൻ ആയിരിക്കും എന്നുള്ളത്. സോ ഓർഗനൈസേഷൻ ആണ് അത് എന്ന് സംഘത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 3 എലമെന്റ്സ് ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി കൂടാതെ അദ്ദേഹത്തിൻ്റെ ഫിലോസഫി ഓഫ് ടീച്ചിങ്സ് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഹി ക്രിട്ടിസൈസ്ഡ് എക്സിസ്റ്റിംഗ് റിലീജിയസ് ബിലീഫ്സ് ആൻഡ് സൂപ്പർഫിഷ്യൽ റിച്വൽസ്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭക്തിയുടെ ഒരു കോമൺ ഫീച്ചേഴ്സ്. ആ കോമൺ ഫീച്ചേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെയും ആഡ് ചെയ്യാം. അദ്ദേഹം ഇത് ഫോളോ ചെയ്തിട്ടുള്ള ഒരു ആളായിരുന്നു. സോ റിലീജിയസ് ബിലീഫിന് ആ സമയത്ത് നോർത്ത് ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ നിലനിന്നിട്ടുണ്ടായിരുന്ന എല്ലാ റിലീജിയസ് ബിലീഫ്സിനെയും അല്ല എന്നുണ്ടെങ്കിൽ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള റിച്വൽസിനെയും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അദ്ദേഹം എതിർത്തിട്ടുണ്ടായിരുന്നു, ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ ആളുകളെ അവെയർ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കാസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഓക്കെ ആയിട്ടുള്ള ഫൈൻ ആയിട്ടുള്ള ഒരു സംഭവമല്ല, അത് ആളുകളെ നശിപ്പിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ട് ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ള ഒരാളാണ് ആര്, ഗുരു നാനാക്ക് എന്ന് പറയുന്നത്. ഹി ഓപ്പോസിഡ് ഐഡൽ വർഷിപ്പ്. അദ്ദേഹം ഐഡൽ വർഷിപ്പിനെതിരായിരുന്നു. അതായത് അദ്ദേഹം ഫോളോ ചെയ്തിരുന്നത് ഏതായിരുന്നു, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അദ്ദേഹം ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത് നിർഗുണ ഭക്തിയാണ്. നിർഗുണ ഭക്തിയാണ് അദ്ദേഹം ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്, ഫോംലെസ് ഗോഡ്. നെക്സ്റ്റ് ഹി ഫോക്കസ്ഡ് സാൽവേഷൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് തന്നെ സാൽവേഷൻ എന്ന് പറഞ്ഞാൽ മോക്ഷം ലഭിക്കുക. എങ്ങനെ? ത്രൂ വേർഷിപ്പിംഗ് ഗുരു. ഗുരു വേർഷിപ്പിലൂടെ എന്ത് ചെയ്യുക, സാൽവേഷൻ അറ്റൈൻ ചെയ്യുക, മോക്ഷം അറ്റൈൻ ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഹി എംഫസൈസ്ഡ്. അദ്ദേഹം കുറച്ച് കാര്യങ്ങളെ എംഫസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രൂത്ത്, അതിന് പറയുന്ന പേരാണ് സച്ച് എന്ന് പറയുന്നത്. എന്താണ് ട്രൂത്ത്, സച്ച് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഹലാല്, അതെന്താണ് ലോഫുൾ ഏണിങ്. നമ്മൾ ഏൺ ചെയ്യുന്നത് എന്തായിരിക്കണം, നല്ലതായിരിക്കണം, നല്ല മാർഗത്തിലൂടെ ആയിരിക്കണം. അതാണ് അദ്ദേഹം എന്ത് പറയുന്നത്, ലോഫുൾ ഏണിങ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് നിയത്ത് എന്നാണ് പറയുന്നത്. റൈറ്റ് ഇന്റൻഷനോട് കൂടിയിട്ടേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഏതൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും റൈറ്റ് ഇന്റൻഷൻ ആയിരിക്കണം. അതാണ് നിയത്ത് എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഖൈർ എന്നുള്ളതാണ്, എല്ലാവർക്കും നല്ലത് മാത്രം വരണം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ
അദ്ദേഹത്തിന് 3 ബേസിക് എലമെന്റ്സ് ഉണ്ട്. ആ 3 ബേസിക് എലമെന്റ്സ് ആണ് ഗുരു, ശബദ്, സംഗത് എന്ന് പറയുന്നത്. കൂടാതെ 4 കാര്യങ്ങൾ അദ്ദേഹം എംഫസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രൂത്ത്, അത് സച്ച് എന്ന് പറയുന്നു. ഹലാൽ, ലോഫുൾ ഏണിംഗ് ആണ്. നിയത്, റൈറ്റ് ഇന്റൻഷൻ ആണ്. ഖൈറ് എന്ന് പറയുന്നത് വിഷിംഗ് വെൽ ഫോർ അതേഴ്സ്. കൂടാതെ അദ്ദേഹം എംഫസൈസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇക്വാലിറ്റി ആൻഡ് ജസ്റ്റിസ്, തുല്യതയും നീതിയും. അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? എല്ലാവരും തുല്യരാണ്, എല്ലാവർക്കും തുല്യനീതി കിട്ടണം എന്നുള്ളതാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അതാണ് ഇക്വാലിറ്റി ആൻഡ് ജസ്റ്റിസ് എന്നുള്ളത് കൊണ്ട് നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്, അദ്ദേഹമാണ് ലങ്കാർ എന്ന് പറഞ്ഞിട്ടുള്ള കമ്മ്യൂണിറ്റി കിച്ചൺ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ലങ്കാർ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ലങ്കാർ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി കിച്ചൺ. ആ ഒരു സമയത്ത് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? പല കാസ്റ്റുകളായിരുന്നു. ഹൈ കാസ്റ്റിലുള്ള ആളുകൾ ചെറിയ കാസ്റ്റിലുള്ള ആളുകൾ കാണാൻ പാടില്ല, അവരെ പിരിന്ന് ഫുഡ് കഴിക്കാൻ പാടില്ല, അങ്ങനെയുള്ള റിച്വൽസും കാര്യങ്ങളും അല്ല, റിച്വൽസ് അല്ല, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെതിരെ ശബ്ദിച്ചിട്ടുള്ള ഒരാൾ കൂടി ആയിരുന്നു ആദ്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഗുരുനാനാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെതിരെയാണ് അദ്ദേഹം എന്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്? കമ്മ്യൂണിറ്റി കിച്ചൺ അഥവാ ലങ്കാർ എന്ന് പറയുന്നത്. എല്ലാവരും കൂടി, എല്ലാ കാസ്റ്റിലുള്ള ആളുകളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റാണ് എന്ത് എന്ന് പറയുന്നത്? ലങ്കാർ അഥവാ കമ്മ്യൂണിറ്റി കിച്ചൺ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഗുരുനാനാക്കിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് എല്ലാം പഠിച്ച് വെക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഫാക്ടേഴ്സും നമ്മളിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഇലാബറേറ്റ് ചെയ്ത് എഴുതേണ്ടതാണ് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Explain the role of revolutionaries of Punjab and Bengal in the freedom struggle of India. അതായത് പഞ്ചാബ്, ഇതിൽ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 49th ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്, പക്ഷേ ഈ 2 ഓർ ക്വസ്റ്റ്യൻ ഏകദേശം സെയിം ആയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ? ഒരു ക്വസ്റ്റ്യൻ ആഡ് ചെയ്തിട്ടുള്ളൂ. മാക്സിമം പോയിന്റ്സ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, സോ എക്സ്പ്ലെയിൻ ദ റെവല്യൂഷണറീസ് ഓഫ് പഞ്ചാബ് ആൻഡ് ബംഗാൾ ഇൻ ഫ്രീഡം സ്ട്രഗിൾ ഓഫ് ഇന്ത്യ. ഇന്ത്യൻ്റെ ഫ്രീഡം സ്ട്രഗിളിൽ പഞ്ചാബിലും ബംഗാളിലും ഉണ്ടായിരുന്ന റെവല്യൂഷണറി മൂവ്മെന്റ്സ്. ഈ റെവല്യൂഷണറി മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ വിപ്ലവകരമായിട്ടില്ല. അവരെന്താണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്? ഫ്രീഡം മൂവ്മെന്റിൽ നിന്ന് അവർ ഡിഫറെൻ്റ് ആയിരുന്നു എന്ന് പറയാൻ കാരണം ഒരു അറ്റാക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്ന ആളുകളായിരുന്നു. കൊന്നിട്ടാണെങ്കിലും വേണ്ടില്ല, നമുക്ക് എന്ത് കിട്ടണം? സ്വാതന്ത്ര്യം കിട്ടണം എന്നുള്ളതായിരുന്നു ഇവരുടെ എയിം എന്ന് പറയുന്നത്. അതിന് എത്ര ചോര വേണമെങ്കിലും പോയിക്കോട്ടെ, പക്ഷെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്ന ഫ്രീഡം ആയിരിക്കണം. അതാണ് റെവല്യൂഷണറി മൂവ്മെന്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് പഞ്ചാബിലും ബംഗാളിലും ആയിരുന്നു. അപ്പോൾ ആ ബംഗാളിലെയും പഞ്ചാബിലെയും റെവല്യൂഷണറി, ഇനിയിപ്പോൾ റെവല്യൂഷണറി മൂവ്മെന്റ്സ് മാത്രമാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് എഴുതാം? ഇതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് എഴുതാം. കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇത് അതിൽ ആഡ് ചെയ്യാം. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഇതൊരൊറ്റ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് മതി എന്നുള്ളത്. സോ ആദ്യം നമ്മൾ പഞ്ചാബിലും ബംഗാളിലും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പ്ലേഡ് എ വൈറ്റൽ ആൻഡ് കറേജസ് റോൾ ഇൻ ഇന്ത്യ ഫ്രീഡം സ്ട്രഗിൾ, ചൂസിങ് ദി path of heroic action and uncompromising struggle to achieve complete independence. അതായത് കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് കിട്ടുക എന്നുള്ളതാണ് ഈ ഒരു ഫ്രീഡമും അല്ലെങ്കിൽ ഈ റെവല്യൂഷണറി മൂവ്മെന്റിന്റെ എയിം എന്ന് പറയുന്നത്. എന്താണ് ഈ റെവല്യൂഷണറി മൂവ്മെന്റിന്റെ എയിം? കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഇൻഡിപെൻഡൻസ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് ഏത് രീതിയിൽ ഹീറോയിക് ആക്ഷനിലൂടെ ആയാലും അല്ലെങ്കിൽ ആളുകളെ കൊന്നിട്ടായാലും ഉള്ള ഫ്രീഡം കിട്ടണം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. സോ അതിൽ ഫസ്റ്റ് ബംഗാളിലുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റെവല്യൂഷണറി മൂവ്മെന്റ് ഇൻ ബംഗാൾ, അത് ഇവിടെ സീക്രട്ട് സൊസൈറ്റീസ് ആയിട്ട് അല്ലെങ്കിൽ സമിതീസ് ആയിട്ടായിരുന്നു ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അണ്ടർഗ്രൗണ്ടിൽ നിന്നാണ്ട് ഫ്രീഡം മൂവ്മെന്റ് നടത്താന്നൊക്കെ പറയില്ലേ, അതാണ് എന്തെന്ന് പറയുന്നത് സീക്രട്ട് സൊസൈറ്റീസ് എന്ന് പറയുന്നത്. അവരുടെ മെയിൻ എയിം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് റൂൾ എൻഡ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. എന്താണ് ബ്രിട്ടീഷ് റൂൾ എൻഡ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. എക്സ്ട്രീം സെൽഫ് സാക്രിഫൈസ് ആണ് ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ജീവൻ പോയാലും വേണ്ടില്ല, നമ്മളുടെ ഇന്ത്യക്ക് എന്ത് കിട്ടണം? ഫ്രീഡം കിട്ടണം എന്നുള്ളതാണ്. ഏർലി ആക്ഷൻസ് ആൻഡ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് അനുശീലൻ സമിതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെവല്യൂഷണറി ഓർഗനൈസേഷൻ അവർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. യുഗാന്തർ സമിതി ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബംഗാളിൽ അനുശീലൻ സമിതിയും യുഗാന്തർ സമിതിയും ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ മറക്കരുത്. കൂടാതെ തന്നെ ദേ സ്റ്റാർട്ടഡ് അണ്ടർടേക്കിംഗ് സ്വദേശി ഡെക്കോയിറ്റീസ് റേസ് ഫണ്ട് ഫോർ ദെയർ മൂവ്മെന്റ്. അവരുടെ മൂവ്മെന്റിൽ അവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഫണ്ട് റേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ത്? സ്വദേശി, സ്വന്തം രാജ്യത്തെ സാധനങ്ങൾ മാത്രം യൂസ് ചെയ്ത് അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പഠിപ്പിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? മാക്സിമം ക്യാഷ് ഇതിനു വേണ്ടിയിട്ട് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെയർ മെത്തേഡ് ഓഫ് ഓഫൺ ഇൻവോൾവ് അസാസിനേറ്റിംഗ് കൊളോണിയൽ ഒഫീഷ്യൽസ്.
അവിടെ ഉണ്ടായിരുന്ന കൊളോണിയൽ ഓഫീസേഴ്സിനെ എന്ത് ചെയ്യുക, കൊല്ലുക, അസാസിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. റെസ്പോൺസിബിൾ ഫോർ റിപ്രസീവ് ആക്ട്സ്, ഭയങ്കര ഹാർഷായിട്ടുള്ള മെത്തേഡ്സ് ആയിരുന്നു അവർ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ റെവല്യൂഷണറി മൂവ്മെന്റിലുള്ള ബംഗാളിൽ ഉള്ളവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനൊരു എക്സാമ്പിൾ ആണ് 1908 കുതിറാം ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ആളും പ്രഫുല്ല ചാക്കി എന്ന് പറഞ്ഞിട്ടുള്ള ആളും കൂടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ബോംബ് ഇട്ടിട്ടുണ്ടായിരുന്നു കിങ്സ്ഫോർഡിൽ. ഓക്കെ, ജഡ്ജ് കിങ്സ്ഫോർഡിനെ തകർക്കാൻ വേണ്ടിയിട്ട് ഇവർ പ്രഫുല്ല ചാക്കിയും അതുപോലെ തന്നെ കുതിറാം ബോസും 1908 ഒരു ബോംബ് എറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ബംഗാളിൽ നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത്. അപ്പോൾ അനുശീലൻ സമിതിയും യുഗാന്തർ സമിതിയും പറയുന്നുണ്ട് റവല്യൂഷണറി ആയിട്ടുള്ളതാണ് ഇവർ, റവല്യൂഷണറി മൂവ്മെൻറ്റ്സ് ആണ് ഇവർ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. മാക്സിമം എന്ത് ചെയ്യുക, നമുക്ക് പെട്ടെന്ന് ഫ്രീഡം കിട്ടുക എന്നുള്ളതാണ്. അല്ലാതെ അതിന് വേണ്ടിയിട്ട് നല്ല നയങ്ങളിലൂടെ അല്ല പോയിട്ടുണ്ടായിരുന്നത്. ബ്രിട്ടീഷ് ഒഫീഷ്യൽസിനെ വധിച്ചിട്ടായാലും വേണ്ടില്ല, നമുക്ക് എന്ത് കിട്ടണം, ഫ്രീഡം കിട്ടണം എന്നുള്ളതാണ് ഇവരുടെ ഒരു മെയിൻ ആയിട്ടുള്ള എയിം ഉണ്ടായിരുന്നത്. ഇതിൻ്റെ ബാക്കി നെക്സ്റ്റ് ഇതിലുണ്ട്. അതിൽ ചിറ്റഗോങ് ആർമറി ഡേ വൺ ഓഫ് ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ആക്ഷൻ വാസ് ലെഡ് ബൈ സൂര്യ സെൻ ഇൻ ചിറ്റഗോങ്. ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള മറ്റൊരു, ഇപ്പം നമ്മൾ പറഞ്ഞു പ്രഫുല്ല ചാക്കിയും അതുപോലെ തന്നെ ഇവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ബോംബ് എറിഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെയുള്ളതാണ് ഒരു ചിറ്റഗോങ് ആർമറി റെയ്ഡ് ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത് 1930s സൂര്യ സെൻ ആണ്, അത് ചിറ്റഗോങ്ങിലാണ് നടക്കുന്നത്. നെക്സ്റ്റ് ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ളത് ബംഗാളിലുള്ളതായിരുന്നു. ഇനി പറയാൻ പോകുന്നത് പഞ്ചാബിലുള്ളതാണ്. പഞ്ചാബ് എന്ന് പറയുന്നത് റെവല്യൂഷണറി ആക്ടിവിറ്റിക്കുള്ള വലിയൊരു സെൻറ്റർ ആയിരുന്നു. ഏത് എന്ന് പറയുന്നത്, പഞ്ചാബ് എന്ന് പറയുന്നത്. എസ്പെഷ്യലി ഡ്യൂറിങ് ദ മൂവ്മെൻറ്റ് ഓഫ് സ്റ്റാർട്ടഡ് ഇൻ സെൻറ്റ് ഫ്രാൻസിസ്കോ 1930. അതായത് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് 1930 സെൻറ്റ് ഫ്രാൻസിസ്കോയിലാണ്. ഫൗണ്ടഡ് ബൈ സോഹൻ സിംഗ് ബാഗ്ന. ആരാണ്? സോഹൻ സിംഗ് ബാഗ്നയാണ്. ആൻഡ് അതേഴ്സ് ലൈക്ക് ലാലാ ഹർദയാലും. മറ്റേതിൽ പ്രഫുല്ല ചാക്കിയും സൂര്യ സെന്നും ഒക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, അത് ഓർത്ത് വെക്കണം. ഇതിലാണെന്നുണ്ടെങ്കിൽ പഞ്ചാബിലാണെന്നുണ്ടെങ്കിൽ സോഹൻ സിംഗ് ബാഗ്ന, ലാലാ ഹർദയാൽ, പിന്നെ കൂടാതെ ഭഗത് സിംഗ്, സുഖ്ദേവ്, രാജ്ഗുരു ഇവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇവരൊന്നും നിങ്ങൾ എന്ത് ചെയ്യരുത്, മറന്ന് പോവരുത്. പിന്നെ നേരത്തെ അനുശീലൻ സമിതിയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ HSRA ആണ് ഇവിടെ മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത്. ലിങ്ക്ഡ് അപ്പ് വിത്ത് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ, HRAയുമായിട്ട് ലിങ്ക് ചെയ്തിട്ടായിരുന്നു ഇവരുടെ ആക്ടിവിറ്റീസ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവരുടെ മെയിൻ എയിം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് ആണ്. രണ്ട് ബംഗാളിലാണെങ്കിലും പഞ്ചാബിലാണെങ്കിലും കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് തന്നെയാണ് ഇവരുടെ മെയിൻ എയിം എന്ന് പറയുന്നത്. So to mobilize students, workers and peasants. സ്റ്റുഡൻസിനെയും വർക്കേഴ്സിനെയും പെസൻസിനെയും ഒരുമിച്ച് കൂട്ടിയാണ്ട് ഫ്രീഡം മൂവ്മെൻറ്റിലോട്ട് നയിക്കുക എന്നുള്ള, അല്ലെങ്കിൽ ഫ്രീഡം മൂവ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവർ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. കൂടാതെ തന്നെ ഇതിന് കീ ലീഡേഴ്സ് ആയിട്ടുള്ള ഭഗത് സിംഗ്, സുഖ്ദേവ്, രാജ്ഗുരു എന്ന് പറയുന്നവരെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയിട്ടുണ്ടായിരുന്നു. റിസെൻമെന്റ് അഗെയിൻസ്റ്റ് ബ്രിട്ടീഷുകാർക്കെതിരെ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് പറയാനുള്ള റവല്യൂഷണറി മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് പഞ്ചാബിലും ബംഗാളിലും. അപ്പോൾ ഇത് രണ്ടും എന്താണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. റവല്യൂഷണറി മൂവ്മെന്റ്സിനെ കുറിച്ച് ഭാഗത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ, essay ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് പഞ്ചാബ് ബംഗാൾ എന്ന് സ്പെസിഫിക്കലി ചോദിക്കൊന്നും വേണ്ട. അല്ലാതെ തന്നെ റവല്യൂഷണറി മൂവ്മെന്റ് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇതൊക്കെ കംപ്ലീറ്റ് ആഡ് ചെയ്തിട്ട് എഴുതാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്, essay ക്വസ്റ്റ്യന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സോ അതെന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഈ ഒരു ക്വസ്റ്റ്യനോട് കൂടിയിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഈ ഒരു ക്ലാസ് അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെഷനെ നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, വൈൻഡ് അപ്പ് ചെയ്യുന്നതാണ്. സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അവർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ആസ് എ സ്റ്റുഡൻറ് ഓഫ് ആൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററി എക്സ്പ്ലെയിൻ ടു യുവർ ക്ലാസ്മേറ്റ്സ് ഓഫ് സ്ട്രക്ചർ ഓഫ് ദി ഗുപ്ത അഡ്മിനിസ്ട്രേഷൻ. ഗുപ്ത അഡ്മിനിസ്ട്രേഷൻ ഏർലി സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗത്തു നിന്നാണ് ഇത് വരുന്നത്. അത് ഏതാണ്, നമ്മുടെ ഓപ്ഷണൽ മൊഡ്യൂൾ ആയിട്ടുള്ള 6A നിന്നാണ് കേട്ടോ വരുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ 6A ആണ് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുള്ളത്. സോ ആ 6A നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഗുപ്ത അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് നമ്മുടെ ഫ്രണ്ടിനോട് ഒന്ന് പറഞ്ഞു കൊടുക്കാനാണ് പറയുന്നത്. ഒരു ആൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററി സ്റ്റുഡൻറ് എന്നുള്ള രീതിയിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ. അതാണ് ഇവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അതൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട. നിങ്ങളപ്പോൾ എന്താ ആലോചിച്ചാൽ മതി, ഗുപ്ത അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് മാത്രം ആലോചിക്കുക. അതിൻ്റെ പോയിന്റ്സ് നിങ്ങൾ എഴുതുക. എങ്ങനെയായിരുന്നു ഗുപ്ത അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്, കുറച്ച് പോയിന്റ്സ് ആക്കി ഇത് ഇവിടെ തിരിച്ചിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക്. ഡീസെൻട്രലൈസ്
ഡീസെൻട്രലൈസ്ഡ് പവർ ആയിരുന്നു. എന്താണ്? ഡീസെൻട്രലൈസ്ഡ് പവർ ആയിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെൻട്രലൈസ്ഡ് ആയിരുന്നു. അതായത് നമ്മൾ മുഗൾ അഡ്മിനിസ്ട്രേഷനിലൊക്കെ അല്ലെങ്കിൽ അവർ പറഞ്ഞ പോലെ ഒരു സെൻട്രലൈസ്ഡ് സുപ്രീം അതോറിറ്റി കിങ് അങ്ങനെ ആയിരുന്നു പറഞ്ഞ അല്ല. അല്ലെങ്കിൽ മുഗൾ അഡ്മിനിസ്ട്രേഷൻ അല്ല, മറാത്ത അഡ്മിനിസ്ട്രേഷനിൽ കംപ്ലീറ്റ് നോക്കി നടത്തിയിട്ടുള്ളത് കിങ് ആയിരുന്നു. അങ്ങനെയല്ല, ഇതെന്താണ്? ഒരു ഡീസെൻട്രലൈസ്ഡ് പവർ ആയിരുന്നു. അതായത് മൗര്യൻ എംപയർ ആണെന്നുണ്ടെങ്കിൽ സെൻട്രലൈസ്ഡ് ആയിരുന്നു. എന്നാൽ ഗുപ്ത എംപയർ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റുകളാക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഭരിച്ചിട്ടുണ്ടായിരുന്നത്. Administration was decentralized. This means power was not fully concentrated in king's hand. Complete authority കിങ്ങിന്റെ കയ്യിലായിരിക്കില്ല. കിങ് ആണ് അൾട്ടിമേറ്റ് അതോറിറ്റി എന്ന് പറയുന്നത്. അതൊക്കെ ഓക്കെയാണ്, കിങ് തന്നെയാണ് അൾട്ടിമേറ്റ് അതോറിറ്റി എന്ന് പറയുന്നത്. പക്ഷെ കിങ്ങിന്റെ അണ്ടറിൽ കുറേ പ്രോവിൻസുകളും ദേശാസ് ബുക്തിസായിട്ട് അങ്ങനെ തിരിച്ചിട്ടുണ്ടാവും. അതാണ് പറയുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് ഫ്യൂഡറിറ്റീസ് ലോക്കൽ കിങ്സ് were allowed to rule large part of the empire. അതായത് വില്ലേജ് ഭരിക്കുന്നത് ഒരു വില്ലേജ് ഹെഡ്മാൻ ആയിരിക്കും, അല്ലെങ്കിൽ വില്ലേജ് ആയിട്ടുള്ള ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഒരാളായിരിക്കും. അതിനുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളും കൊടുക്കുന്നത് കിങ് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പൊ അതാണ് ഡീസെൻട്രലൈസ്ഡ് പവർ എന്ന് പറയുന്നത്. ദ കിങ് ആൻഡ് ദി ഒഫീഷ്യൽസ്, അതാണ് നെക്സ്റ്റ് നോക്കാൻ വന്നത്. ദ കിങ് വാസ് ദ മെയിൻ ഫോക്കസ് ഓഫ് ദി അഡ്മിനിസ്ട്രേഷൻ. കിങ് തന്നെയാണ് മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത്. ഗുപ്ത റൂളേഴ്സ് ഗ്രാൻഡ് ടൈറ്റിലേക്ക് മഹാരാജാധിരാജ, അതുപോലെ പരമഭട്ടാരക, പരമേശ്വര, ഇതൊക്കെ എന്തായിരുന്നു? കിങ്ങിന്റെ പേരുകളായിരുന്നു. എന്തൊക്കെയാണ്? മഹാരാജാധിരാജ, പരമഭട്ടാരക, പരമേശ്വര, ഇതൊക്കെ എന്തായിരുന്നു? കിങ്ങിന്റെ നെയിംസ് ആയിരുന്നു. കിങ് അറിയപ്പെടുന്ന അല്ലെങ്കിൽ കിങ് യൂസ് ചെയ്തിട്ടുള്ള ടൈറ്റിൽസ് ആയിരുന്നു. ഓക്കെ. കിങ്ഷിപ്പ് വാസ് ജനറലി ഹെറിഡിറ്ററി ഹൈ ലെവൽ. കിങ്ഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്? പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണ്. എന്താ, ഒരു രാജാവിന്റെ മകനായിരിക്കും അടുത്ത രാജാവ് എന്ന് പറയുന്ന പോലെ ഹെറിഡിറ്ററി ആയിരുന്നു. ആൻഡ് സെൻട്രൽ ഓഫീസേഴ്സ് were known as കുമാരമാത്യാസ്. അതായത് അഡ്മിനിസ്ട്രേറ്റേഴ്സ് അറിയപ്പെടുന്നത് കുമാരമാത്യാസ് എന്നുള്ളതാണ്. അഡ്മിനിസ്ട്രേറ്റേഴ്സ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇമ്പോർട്ടൻറ്റ് റോൾസ് എന്ന് പറയുന്നത് മഹാസന്ധി വിഗ്രഹാരിക, മിനിസ്റ്റർ ഓഫ് വാർ ആൻഡ് പീസ്. മഹാസന്ധി വിഗ്രഹാരിക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുമാരമാത്യൻ ഉണ്ടായിരിക്കും. അതേപോലെ മഹാദണ്ഡ നായിക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ ഒരു എന്തുണ്ടായിരിക്കും? നമ്മുടെ ഒരു ഓഫീസർ ഉണ്ടായിരിക്കും. അത് മഹാസന്ധി വിഗ്രഹാരിക എന്നുള്ള വാറിൻ്റെ ആണെങ്കിൽ മഹാദണ്ഡ നായിക എന്ന് പറയുന്നത് മിലിറ്ററി ആയിരിക്കും. സോ അതാണ് രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. അത് കഴിഞ്ഞിട്ട് were filled from this group. A key structural aspect was that administrative posts were often hereditary. Administrative ഇതും എന്തായിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു? ഹെറിഡിറ്ററി ആയിട്ട്. ചില സമയങ്ങളിൽ ഓഫൺ എന്നാണ് പറയുന്നത്, എല്ലാ സമയങ്ങളിലും, ചില സമയത്ത് ഹെറിഡിറ്ററി ആയിരിക്കും. ആൻഡ് സംടൈംസ് പേഴ്സൺ ഹെൽഡ് സെവറൽ ഓഫീസേഴ്സ് അറ്റ് വൺസ്. ഒരു പേഴ്സൺ എന്തുണ്ടായിരിക്കും? അല്ലെങ്കിൽ ഒരു ഓഫീസർക്ക് കൂടുതൽ ഓഫീസുകൾ അല്ലെങ്കിൽ കൂടുതൽ ഭരണപ്രദേശങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. നെക്സ്റ്റ്, ഡിവിഷൻ ഓഫ് എംപയർ. ഇതാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇത് നിങ്ങൾ ഗുപ്ത അഡ്മിനിസ്ട്രേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം നിങ്ങൾ വിടാൻ പാടില്ല, സ്കിപ്പ് ചെയ്യാൻ പാടില്ല. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഗുപ്ത അഡ്മിനിസ്ട്രേഷനിൽ. സോ ഗുപ്ത എംപയർ എന്ത് ചെയ്തിട്ടുള്ള പ്രോവിൻസുകളാക്കി തിരിച്ചിട്ടുണ്ട്. ആ പ്രോവിൻസുകളെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്? ദേശ എന്ന് പറയുന്നത്. എന്താണ്? ദേശ എന്ന് പറയുന്നത് പ്രോവിൻസുകളെയാണ്. അല്ലെങ്കിൽ അതിനെ നമ്മൾ ഭുക്തി എന്നുകൂടി പറയുന്നുണ്ട്. പ്രോവിൻസുകളെ നമ്മൾ ദേശ അല്ലെങ്കിൽ ഭുക്തി എന്നുകൂടി പറയുന്നുണ്ട്. പിന്നെ ഡിസ്ട്രിക്റ്റുകളാക്കി തിരിച്ചിട്ടുണ്ട്. അതായത് ഗുപ്ത അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് കിങ് ആയിരിക്കും ഫസ്റ്റ് ഉണ്ടാവുന്നത്. അതിന് താഴെ എന്ന് പറയുന്ന പ്രോവിൻസ് ഉണ്ടാവും. അതിന് താഴെ എന്ന് പറയുന്നത് അതിന് താഴെയായിട്ട് ഉണ്ടാവും ഡിസ്ട്രിക്റ്റുകൾ ഉണ്ടാവും. ഇങ്ങനെ ഒരു ഹൈറാർക്കിക്കൽ ഓർഡർ ആണ്. ടോപ്പിൽ കിങ്, പ്രോവിൻസ്, ഡിസ്ട്രിക്റ്റ്. പ്രോവിൻസിനെ നമ്മൾ ദേശ അല്ലെങ്കിൽ ഭുക്തി എന്നുകൂടി പറയുന്നുണ്ട്. അതുപോലെ ഡിസ്ട്രിക്റ്റിനെ നമ്മൾ പ്രദേശ എന്നാണ് പറയുന്നത്. പ്രദേശ അല്ലെങ്കിൽ വിഷയ. അത് നിങ്ങളുടെ ബുക്കിൽ കൃത്യമായിട്ട് ഏർലി സ്റ്റേറ്റ്സ് എന്നുള്ള ഭാഗത്ത് 6A മൊഡ്യൂളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കിങ്, പ്രോവിൻസ്, ഡിസ്ട്രിക്ട്സ്. പ്രോവിൻസ് എന്ന് പറയുന്നത് ദേശ, ഭുക്തി എന്നുകൂടി അറിയപ്പെടുന്നത്. ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്നത് പ്രദേശ, വിഷയ എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. പിന്നെ ലോക്കൽ ടൗൺ അഡ്മിനിസ്ട്രേഷൻ ആണ്. അത് ലോവസ്റ്റ് യൂണിറ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണ് എന്ന് പറയുന്നത്. അതിൽ വില്ലേജ് ഉണ്ടായിരിക്കും. വില്ലേജ് നോക്കി നടത്തുന്നത് വില്ലേജ് ഹെഡ്മാൻ ആയിരിക്കും.
കൂടാതെ അദ്ദേഹത്തിന് വിളിക്കുന്നത് ഗ്രാമാധ്യക്ഷക എന്നാണ്. വില്ലേജ് ഹെഡ്മാൻ ആയിരിക്കും, വില്ലേജ് നോക്കി നടത്തുന്ന ഗ്രാമാധ്യക്ഷക എന്നാണ് അദ്ദേഹത്തിന് വിളിക്കുക. വില്ലേജ് അഫയേഴ്സ് വിത്ത് ഹെൽപ്പ് ഓഫ് വില്ലേജ് എൽഡേഴ്സ്, അദ്ദേഹമാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നുണ്ടാവുക. കൂടാതെ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഇവരുടെ റവന്യൂ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഇവർ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ടാക്സ് തന്നെയാണ്. ടാക്സ് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രേഡ് നടത്തിയിട്ടുണ്ടായിരുന്നു. ചെറിയ രീതിയിലുള്ള ട്രേഡും കാര്യങ്ങളും എവിടെ ഉണ്ടായിരുന്നു? ഗുപ്ത അഡ്മിനിസ്ട്രേഷനിൽ നമുക്ക് കാണാൻ സാധിക്കും. ക്രിമിനൽ കോർട്ടുകൾ ഉണ്ടായിരുന്നു, ജസ്റ്റിസിന് വേണ്ടിയിട്ടുള്ള ക്രിമിനൽ കോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അത് വില്ലേജിലാണെങ്കിൽ വില്ലേജിലുള്ള കോർട്ടിലായിരിക്കും ഉണ്ടായിരുന്ന. സിവിൽ കോർട്ടുകളും കാര്യങ്ങളൊക്കെ എവിടെ ഉണ്ടായിരുന്നു? നമ്മുടെ ഗുപ്ത അഡ്മിനിസ്ട്രേഷനിൽ ഉണ്ടായിരുന്നു. സോ ഇതാണ് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഈ ഒരു സെഷനിൽ പറയാനുള്ളത്. ഇതോട് കൂടിയിട്ട് എന്ത് ചെയ്യാണ്, നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ എന്ന് പറയുന്ന ഒരു സെഷന് അവസാനിക്കുകയാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതർ റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ്, ഒരു ക്വസ്റ്റ്യനിൽ ഗാന്ധാര സ്കൂൾ ഓഫ് ആർട്ട് മാത്രമാണെങ്കിൽ അതിൻ്റെ ഭാഗത്തായി വരുന്ന മധുര സ്കൂൾ ഓഫ് ആർട്ട്, അമരാവതി സ്കൂൾ ഓഫ് ആർട്ട്, അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഓൾമോസ്റ്റ് നമ്മൾ കവർ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ കംപ്ലീറ്റ് പോയിന്റ്സ് നമുക്ക് പറയാൻ പറ്റിയിട്ടില്ലെങ്കിലും മെയിൻ ആയിട്ടുള്ള തീംസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ എന്നുള്ള ഈ ഒരു സെഷനിൽ, അല്ലെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് പാർട്ടുകളായിട്ട് ചെയ്തു പോന്നിട്ടുള്ളത്. ഈ ഒരു പാർട്ടുകളിൽ നമുക്ക് പറയാനുള്ളത് ഇത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. എല്ലാവരും ഈ ഒരു ഭാഗം നോക്കിയിട്ട് മാർക്ക് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കുക. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഒരു ഭാഗവും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, എക്സാമിന് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഈ ഭാഗങ്ങൾ നന്നായിട്ട് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾ മറ്റേത് പഠിക്കേണ്ട എന്നല്ല, ഈ ഭാഗങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, കൂടുതൽ ഫോക്കസ് കൊടുത്ത് പഠിക്കുക. സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു എക്സാമുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് പറയാനുള്ളത്. ഈ എക്സാം നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് തന്നെ എഴുതാൻ പറ്റട്ടെ. സോ ഇതോടുകൂടിയിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. സോ താങ്ക് യു സോ മച്ച്.